Hi dear students, welcome back to Computer Application in Business. Computer Application Business in the last session we discussed ഇന്റർനെറ്റിനെ കുറിച്ചായിരുന്നു. എന്താണ് ഇന്റർനെറ്റ് എന്നുള്ളത് പറഞ്ഞു. അതുപോലെ തന്നെ ഇന്റർനെറ്റിന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഹിസ്റ്ററി നമ്മൾ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫീച്ചേഴ്സ് ഓഫ് ഇന്റർനെറ്റ്, അതുപോലെ തന്നെ ഇന്റർനെറ്റ് ആക്സസ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഫീച്ചേഴ്സ് ഓഫ് ഇന്റർനെറ്റ്. എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് അല്ലെങ്കിൽ എന്തെല്ലാം പ്രത്യേകതകളാണ് ഇന്റർനെറ്റിനുള്ളത്? നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യുന്നു എന്ന് മാത്രം. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ദിസ് ഗ്ലോബൽ നെറ്റ്വർക്ക് ഈസ് നോട്ട് ഓൺഡ് ബൈ എനി സിംഗിൾ ഇൻഡിവിജ്വൽ ഓർ കമ്പനി ഓർ കൺട്രി. നമുക്കറിയാം ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ്. ഏതെങ്കിലും ഒരു സിംഗിൾ ഇൻഡിവിജ്വലോ ഏതെങ്കിലും ഒരു കമ്പനിയോ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കൺട്രിയോ ഓൺ ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ കൺട്രോളിലുള്ള ഒരു കോൺസെപ്റ്റ് അല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ടെക്നോളജി അല്ല ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് ഫീച്ചർ ആയിട്ട് പറയുന്നത്. ആർക്കും എന്ത് ചെയ്യാം, ഈ ഒരു ഇന്റർനെറ്റിലേക്ക് ജോയിൻ ചെയ്യാം, മെമ്പർ ആവാം, ആർക്കും അതിൽ ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാം, അവിടുത്തെ എല്ലാ ഫെസിലിറ്റീസും യൂസ് ചെയ്യാവുന്നതുമാണ്. ഇറ്റ് ഹാസ് നോ സെൻട്രൽ കൺട്രോളിംഗ് ബോഡി. ഫസ്റ്റ് പറഞ്ഞ പോയിന്റിനെ തന്നെ അതിന്റെ കാര്യം തന്നെയാണ് വീണ്ടും പറയുന്നത്. ഇറ്റ് ഹാസ് നോ സെൻട്രൽ കൺട്രോളിംഗ് ബോഡി. ഇവിടെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then information is available in different formats such as text, graphical, audio. നമുക്കറിയാം ഇൻഫർമേഷൻ അല്ലെ, ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫർമേഷൻ റെപ്പോസിറ്ററി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇന്റർനെറ്റ് ആസ് നോളജ് റെപ്പോസിറ്ററി, അതായത് നോളജുകൾ ഇൻഫർമേഷൻസിന്റെ ഒക്കെ ഒരുപാട് എന്താ പറയുക ചങ്ക്സ് ഓഫ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരുപാട് കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. സോ അത് ഡിഫറെന്റ് ആയിട്ടുള്ള ഫോർമാറ്റിൽ അവൈലബിൾ ആണ്. ടെക്സ്റ്റ്, ഗ്രാഫിക്കൽ, ഓഡിയോ, വീഡിയോ അല്ലെ, ഡിഫറെന്റ് ആയിട്ടുള്ള ഫോർമാറ്റിൽ ഇൻഫർമേഷൻസ് നോളജുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇന്റർനെറ്റിൽ. Then it is the only way to connect globally. ഗ്ലോബലി ഇന്റർനാഷണൽ ലെവലിൽ കളക്ട് ചെയ്യാൻ അല്ലെങ്കിൽ കണക്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ആയിട്ട്, ഒരു വേ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്റർനെറ്റിനെയാണ്. ഓക്കെ, ഇന്റർനെറ്റ് ആസ് എ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ ഇപ്പൊ നമുക്ക് തന്നെ അറിയാം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് നമുക്ക് അറിയില്ല, എന്തെങ്കിലും ഒരു കാര്യം അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഉടനെ നമ്മൾ സെർച്ച് ചെയ്യുന്നതിലാണ്, ഇന്റർനെറ്റിലാണ്. അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യും, അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യും, അല്ലെ നമ്മൾ ഇൻഫർമേഷൻസ് അക്വയർ ചെയ്യാൻ, നോളജുകൾ അക്വയർ ചെയ്യാൻ, ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഫാസ്റ്റ് ആയിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. Then TCP IP is a standard protocol suited for internet. Transmission Control Protocol or Internet Protocol ഈ ഒരു പ്രോട്ടോകോൾ ആണ് നമ്മൾ സാധാരണഗതിയിൽ എന്ത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റർനെറ്റിന്റെ ആ ഒരു ആക്സസിന് വേണ്ടിയിട്ട്, ഇന്റർനെറ്റിന്റെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള യൂസേജിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സോ ഇത്രയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, ജസ്റ്റ് ഒന്ന് പോയിന്റ് ചെയ്തു എന്ന് മാത്രം, നമ്മുടെ എക്സാം ഓറിയന്റഡ് ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റർനെറ്റ് ആക്സസ് ആണ്. ഇന്റർനെറ്റ് ആക്സസ് ഈസ് ദ എബിലിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഓർഗനൈസേഷൻസ് ടു കണക്ട് ടു ദ ഇന്റർനെറ്റ് യൂസിംഗ് കമ്പ്യൂട്ടർ ടെർമിനൽസ്, കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അതർ ഡിവൈസസ് ആൻഡ് ടു ആക്സസ് സർവീസസ് സച്ച് ആസ് ഇമെയിൽ ആൻഡ് ദി വേൾഡ് വൈഡ് വെബ്. ഇലക്ട്രോണിക് മെയിൽ, ഇമെയിൽ, അതുപോലെ തന്നെ വേൾഡ് വൈഡ് വെബ്, ഇതുപോലെയുള്ള സർവീസുകളെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്പ്യൂട്ടറുകളെയും ടെർമിനൽസിനെയും മറ്റു ഡിവൈസുകളെയും ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യാനുള്ള, ഇന്റർനെറ്റിലേക്ക് ലിങ്ക് ചെയ്യാനുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ എബിലിറ്റിയെയാണ് നമ്മൾ ഇന്റർനെറ്റ് ആക്സസ് എന്ന് പറയുന്നത്. നമ്മുടെ കമ്പ്യൂട്ടർ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഉണ്ട്. ആ സ്മാർട്ട് ഫോണിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇമെയിൽ ഉപയോഗിക്കണം, നമുക്ക് ഇന്റർനെറ്റ് സെർച്ച് ചെയ്യണം, നമുക്ക് ഗൂഗിളിൽ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മുടെ ആ പെർട്ടിക്കുലർ ഡിവൈസിനെ നമ്മൾ ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യേണ്ടതുണ്ട്. സോ അത്തരത്തിൽ കണക്ട് ചെയ്യാനുള്ള നമ്മുടെ എബിലിറ്റിയാണ്, ആ കണക്ഷൻ നമുക്ക് കിട്ടുന്നതിനെയാണ് നമ്മൾ ഇന്റർനെറ്റ് ആക്സസ് എന്ന് പറയുന്നത്. ആക്സസിങ് ഇന്റർനെറ്റ്. ഓക്കെ, അത് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യുന്ന പറഞ്ഞാൽ ആക്സസിങ് ഇന്റർനെറ്റ് ഫെസിലിറ്റീസ് ഓഫ് ഇന്റർനെറ്റ്, ഇന്റർനെറ്റിന്റെ ഫെസിലിറ്റീസ് നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു എന്താ പറയാ ഒരു ചാൻസ്, അല്ലെങ്കിൽ അതിന്റെ എബിലിറ്റി, അതിനെയാണ് നമ്മൾ ഇന്റർനെറ്റ് ആക്സസ് എന്ന് പറയുന്നത്. ഒരുപാട് മെത്തേഡിലൂടെ നമുക്കറിയാം ഇന്റർനെറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആക്സസ് ചെയ്യുന്നുണ്ട്. അല്ലെ, നമ്മൾ വയർലെസ് ഫെസിലിറ്റീസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇന്റർനെറ്റ് ആക്സസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വയേർഡ് കണക്ഷൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇന്റർനെറ്റ് ആക്സസ് ചെയ്യുന്നുണ്ട്. അതിലെ കുറച്ച് മെത്തേഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്റർനെറ്റ് ആക്സസ് മെത്തേഡ്സ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ ചില കമ്പ്യൂട്ടറുകളിൽ നമുക്ക് വൈഫൈ അല്ലെ വയർലെസ് ഫെസിലിറ്റീസ് നമുക്ക് അവൈലബിൾ അല്ല.
ഇതിൽ നമുക്ക് കേബിൾസ് മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ ചില ഡിവൈസുകൾ നമുക്ക് കേബിളിലൂടെ നമ്മൾ ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കൽ സാധ്യമല്ല, അല്ലെ? അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അപ്പൊ ഓരോ ഡിവൈസുകൾക്കും പിന്നെ സൂട്ടബിൾ ആയിട്ടുള്ള ഇന്റർനെറ്റ് ആക്സസ് മെത്തേഡ്സ് ഏതൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ ചില മെത്തേഡ്സുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും, നമുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കുന്നു, ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. ചില കണക്ഷൻ മെത്തേഡ്സുകൾ എന്താണ്, വളരെ സ്ലോ ആണ്, അല്ലെ? നമുക്ക് ഡയലപ്പ് കണക്ഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഡയലപ്പ് കണക്ഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം വളരെ ഫാസ്റ്റ്, വളരെ സ്ലോ ആയിട്ടുള്ള ഒന്നാണ്. എന്നാൽ അതേസമയം നമ്മൾ വൈഫൈ അല്ലെങ്കിൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻസ് ആണ്, അല്ലെങ്കിൽ ഫൈബർ ഓപ്റ്റിക് കേബിൾസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പിന്നെ ഇന്റർനെറ്റ് ആക്സസ് ചെയ്യുന്നതെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ കഴിയും. സോ ആ രീതിയിലുള്ള ടൈപ്പ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് ഇന്റർനെറ്റ് ആക്സസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളെല്ലാം ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്, എല്ലാം കൂടി ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുന്നു, അതിന്റെ ബേസിക് ആയിട്ടുള്ള മെത്തേഡ്സും അതിന് ബേസിക് ആയിട്ട് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുന്നു എന്ന് മാത്രം. ഓക്കെ, സോ നമുക്ക് നോക്കാം. സോ ഇന്റർനെറ്റ് ആക്സസ് മെത്തേഡ്സ് ആണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ്, കുറച്ച് ഓൾഡ് ആയിട്ടുള്ള മെത്തേഡാണ് ഡയലപ്പ് കണക്ഷൻ എന്ന് പറയുന്നത്. ഡയലപ്പ് കണക്ഷനിൽ ചെയ്യുന്നത്, എ ഡയലപ്പ് കണക്ഷൻ യൂസസ് സ്റ്റാൻഡേർഡ് ഫോൺ ലൈൻ ആൻഡ് അനലോഗ് മോഡം ടു ആക്സസ് ദ ഇന്റർനെറ്റ് അറ്റ് ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് ഓഫ് അപ് ടു 56 KB പെർ സെക്കൻഡ്. വളരെ സ്ലോ ആയിട്ടുള്ള 56 KB പെർ സെക്കൻഡ് സ്പീഡ് വരുന്ന ഒരു കണക്ഷനാണ് ഡയലപ്പ് കണക്ഷൻ എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഫോൺ ലൈൻസ് ഉപയോഗിച്ചിട്ട് സർവീസ് പ്രൊവൈഡറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡയൽ ചെയ്തിട്ട്, അതായത് നമ്മൾ പെർട്ടിക്കുലർ കോഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ആ ഒരു ആക്സസ് ലഭിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഡയലപ്പ് കണക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ലീസ്റ്റ് എക്സ്പെൻസീവ് വേ ടു ആക്സസ് ദ ഇന്റർനെറ്റ് ബട്ട് ആൾസോ സ്ലോവസ്റ്റ് കണക്ഷൻ. ആൻഡ് അണ്ടർ ദിസ് മെത്തേഡ് ഇൻഡിവിജ്വൽ യൂസേഴ്സ് ഡയൽ ഇൻ ടു എ ലോക്കൽ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ത്രൂ ദെയർ PC ആൻഡ് മോഡം അലോങ് ദിസ് ടെലിഫോൺ ലൈൻസ്. ടെലിഫോൺ ലൈനിലൂടെ നമ്മൾ മോഡം ഉപയോഗിച്ചിട്ട് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിലേക്ക് നമ്മൾ ഡയൽ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കണക്ഷൻസ് എടുക്കുന്ന ഒരു മെത്തേഡാണ് ഡയലപ്പ് കണക്ഷൻ. ദിസ് പ്രൊവൈഡ്സ് കണക്ഷൻ ടു ഇന്റർനെറ്റ് ത്രൂ എ ഡയലപ്പ് ടെർമിനൽ കണക്ഷൻ. ദ കമ്പ്യൂട്ടർ വിച്ച് പ്രൊവൈഡ്സ് ഇന്റർനെറ്റ് ആക്സസ് ഈസ് നോൺ ആസ് ഹോസ്റ്റ് ആൻഡ് ദ കമ്പ്യൂട്ടർ ദാറ്റ് റിസീവ് ദ ആക്സസ് ഈസ് ക്ലയന്റ് ഓർ ടെർമിനൽ. സോ അതിൽ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പ്യൂട്ടറിനെ നമ്മൾ ഹോസ്റ്റ് എന്ന് പറയും. ദെൻ അത് ആക്സസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിലെ ക്ലയന്റ് അല്ലെങ്കിൽ ടെർമിനൽസ് എന്ന് പറയും. ഈ ഒരു ചിത്രം, ഈ ഒരു ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ കമ്പ്യൂട്ടർ ഉണ്ട്, പേഴ്സണൽ കമ്പ്യൂട്ടർ ഉണ്ട്. ആ പേഴ്സണൽ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ മോഡം കണക്ട് ചെയ്തിട്ടുണ്ട്. മോഡം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മോഡത്തിലേക്ക് നമ്മുടെ ടെലിഫോൺ ലൈനിൽ നിന്നൊരു കണക്ഷൻ വരുന്നുണ്ട്. സോ അതിലൂടെയാണ് ഇന്റർനെറ്റ് എന്ത് ചെയ്യുന്നത്, ആക്സസ് ചെയ്യുന്നത്, അല്ലെ? അത് നമ്മൾ മറ്റൊരു കമ്പ്യൂട്ടറിലേക്കും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ടെലിഫോൺ ലൈനിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മെസ്സേജസ് നമ്മൾ മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഷെയർ ചെയ്യാണ്, സെൻഡ് ചെയ്യാണ്. അവിടെയും ഇതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മോഡം കണക്ട് ചെയ്യുന്നുണ്ട്. മോഡത്തിന്റെ ആ ഒരു പർപ്പസ് എന്ത് എന്നുള്ള, മോഡം എന്താണ്, എന്ത് ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത് എന്നുള്ളത് കൂടെ നമുക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും, അല്ലെ? അതായത് മോഡം ചെയ്യുന്നത് എന്താണ്, അനലോഗിനെയും ഡിജിറ്റലിനെയും കൺവേർട്ട് ചെയ്യാണ്. അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലിലേക്കും ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നലിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൺവേർഷൻ ആണ് മോഡം ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, നമ്മൾ മോഡം ഉപയോഗിക്കുന്നത്. മോഡം ഉപയോഗിക്കാതെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഡയലപ്പ് കണക്ഷൻ എടുക്കാൻ സാധിക്കില്ല എന്നുള്ള. സോ ഒരു ഡയഗ്രാം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഡയലപ്പ് കണക്ഷൻ, ഡയലപ്പ് ഇന്റർനെറ്റ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ബ്രോഡ്ബാൻഡ്. ബ്രോഡ്ബാൻഡ് കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വളരെ വൈഡ് ആയിട്ട് പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കണക്ഷനാണ് ബ്രോഡ്ബാൻഡ് കണക്ഷൻ. Broadband internet service truly is the most used form of internet access because of its high access speeds. It is offered in 4 different forms: DSL, digital subscribe line, അതുപോലെ തന്നെ ഫൈബർ ഓപ്റ്റിക്സ്, കേബിൾസ്, സാറ്റലൈറ്റ്സ്, ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫോംസിൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻസ് അവൈലബിൾ ആണ്. ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ എക്സ്പെൻസ് കുറഞ്ഞിട്ടുള്ള ഒരു ടെക്നോളജി, എക്സ്പെൻസ് കൂടുതൽ വരുന്ന ടെക്നോളജി DSL, അതുപോലെ തന്നെ ഫൈബർ ഓപ്റ്റിക്സോ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്. എനിവേ വളരെ ഫാസ്റ്റ് ആയിട്ടും വളരെ പോപ്പുലർ ആയിട്ടും യൂസ് ചെയ്യുന്ന ഒരു ഇന്റർനെറ്റ് ആക്സസ് മെത്തേഡാണ് ബ്രോഡ്ബാൻഡ് എന്ന് പറയുന്നത്. If the dedicated telephone line is used, no modem is needed to connect the computer to the internet, but only a router is sufficient. നമുക്കറിയാം മോഡം യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡാറ്റ ട്രാൻസ്മിഷൻസിന് വേണ്ടി, ഡാറ്റ കൺവേർഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത്തരത്തിലൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടെലിഫോൺ ലൈൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മോഡത്തിന്റെ ആവശ്യം വരുന്നില്ല. അവിടെ നമുക്ക് റൂട്ടർ മതിയാവും. റൂട്ടർ എന്ത്, മോഡം എന്ത് എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ സെഷനുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്റർനെറ്റ് ആക്സസ് ചെയ്യുന്നതിന് വേണ്ടി ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. അതിലെ പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് മെത്തേഡ്സ് ആണ് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് കേബിൾ ആണ്. കേബിൾ വഴി കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ DSL, അതുപോലെ ഫൈബർ ഓപ്റ്റിക് കേബിൾസ് വഴി നമുക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. സോ കേബിൾ ഇന്റർനെറ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ വീടുകളിൽ നമ്മൾ TV ചാനൽസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കേബിൾ ഓപ്പറേറ്റേഴ്സിനെ സമീപിക്കാറുണ്ട്.
അവരും ഒരു ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് ആണ്. ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റർനെറ്റ് ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളെയാണ് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്. അത്തരത്തില് കേബിൾ ടി വി ബോക്സിലൂടെ, കേബിൾ ടി വി ചാനലിലൂടെ അല്ലെങ്കിൽ കേബിൾ ടി വി ചാനൽ ഓപ്പറേറ്റേഴ്സ് നമുക്ക് ഇന്റർനെറ്റ് ആക്സസ് നൽകാറുണ്ട്. നമുക്ക് നമ്മുടെ വീടുകളിലേക്ക് എടുക്കുന്നു, കേബിൾ ചാനൽ എടുക്കുന്നു, അല്ലെങ്കിൽ കേബിൾ കണക്ഷൻ എടുക്കുന്നു. ആ കണക്ഷൻ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു മോഡത്തിലേക്ക് കണക്ട് ചെയ്യുന്നു. ആ മോഡത്തിൽ നിന്ന് നമ്മുടെ ഡിവൈസിലേക്ക്, കമ്പ്യൂട്ടർ ഡിവൈസിലേക്ക് ഇന്റർനെറ്റ് കണക്ട് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ഈ കേബിൾ കണക്ഷൻ എന്ന് പറയുന്നത്. സോ കേബിൾ കണക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ മോഡം യൂസ് ചെയ്യുന്നുണ്ട്. മോഡത്തിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കണക്ഷൻ നൽകുന്നത്. ഈ മോഡവും അതുപോലെ തന്നെ കേബിളിന്റെ ആ സെറ്റ് ബോക്സും നമുക്ക് എന്ത് ചെയ്യാം, രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന പുതിയ ടെക്നോളജീസ് ഒക്കെ വന്നിട്ടുണ്ട്. ആ മോഡത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, വൈഫൈ റൂട്ടറുകളും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിലേക്ക് തന്നെ മിക്സ് ചെയ്യാവുന്നതാണ്. മോഡം, സ്വിച്ച്, വൈഫൈ റൂട്ടർ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഡിവൈസുകളൊക്കെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ എനിവേ പറഞ്ഞത് ഇത്രയാണ്. കേബിൾ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേബിൾ ടി വി ചാനൽസ് ഓപ്പറേറ്റ് ചെയ്യുന്ന, അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഇന്റർനെറ്റ് ആണ് കേബിൾ ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ടി വി ചാനൽസ് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ കണക്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്റർനെറ്റ് ആക്സസ് ചെയ്യുന്നു. സോ ഇത്തരത്തിലുള്ള ഡിവൈസുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വൈഫൈ ഫെസിലിറ്റിയും അതുപോലെ തന്നെ കണക്ഷനും എല്ലാം, അതായത് കേബിൾ വഴി കണക്ട് ചെയ്യാം ഡിവൈസുകളെ. വൈഫൈ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈസുകളെ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. സോ കേബിൾ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ടി വി ചാനൽസ് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ കേബിൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്റർനെറ്റ് ആക്സസ് ചെയ്യുന്നു. കേബിൾ ഇസ് ടിപ്പിക്കലി പ്രൊവൈഡഡ് ബൈ ദി സെയിം പ്രൊവൈഡർ ദാറ്റ് പ്രൊവൈഡ്സ് കേബിൾ ടെലിവിഷൻ ടു ദെയർ കസ്റ്റമേഴ്സ്. കേബിൾ ടെലിവിഷൻ ചാനൽസ് നൽകുന്ന അതേ പ്രൊവൈഡേഴ്സ് തന്നെ നമുക്ക് ഇന്റർനെറ്റ് കണക്ഷൻ കൂടെ നൽകുന്ന ഒരു ടെക്നോളജിയാണ് ഈ കേബിൾ ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ എന്ത് ചെയ്യാറുണ്ട്, ഇത്തരത്തിലുള്ള കേബിൾ കണക്ഷൻസ് ഒക്കെ നമ്മൾ വീടുകളിൽ എടുക്കാറുണ്ട്, അല്ലെ ഹോം പർപ്പസിന് വേണ്ടിയിട്ടും ബിസിനസ് പർപ്പസുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഇത്തരത്തിൽ കണക്ഷൻസ് എടുക്കാറുണ്ട്. ഇതിന് അതിന്റെ സ്പീഡ് നമുക്ക് നോക്കാം. സ്പീഡ് നോക്കിക്കഴിഞ്ഞാൽ കേബിൾ ഇന്റർനെറ്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 25 MB/s മുതൽ 400 MB/s വരെയാണ് അതിന്റെ കേബിൾ സ്പീഡ് വരുന്നത്, നമ്മുടെ ഇന്റർനെറ്റ് ആക്സസിന്റെ സ്പീഡ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് DSL ആണ്. DSL എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ എന്നുള്ളതാണ്. ഈ ഒരു പർട്ടിക്കുലർ ഡിവൈസ് ഉപയോഗിച്ചിട്ട് DSL ഡിവൈസുകളൊക്കെ കണക്ട് ചെയ്യാനുള്ള മോഡംസ് ഒക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത്തരത്തിലുള്ള DSL മോഡംസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ടെലിഫോൺ ലൈൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നത്. ടെലിഫോൺ ലൈൻസ് DSL-ലേക്ക് കണക്ട് ചെയ്യുന്നു. ദെൻ DSL-ൽ നിന്നും നമ്മുടെ ടെലിഫോണിലേക്കും അതേസമയം തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്കും എന്ത് ചെയ്യുന്നു, കണക്ഷൻസ് വരുന്നു. DSL മോഡം എന്ത് ചെയ്യുന്നു, നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ടെലിഫോൺ ലൈനിലേക്ക് എന്ത് ചെയ്യുന്നു, വോയിസ് ഡാറ്റകൾ നമുക്ക് നൽകുന്നുണ്ട്. സോ നമുക്ക് അറ്റ് എ ടൈമിൽ തന്നെ നമുക്ക് ടെലിഫോൺ ലൈൻ എന്ത് ചെയ്യാം, ഇന്റർനെറ്റ് കണക്ഷൻ ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ കോളിംഗ് പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. യു ക്യാൻ ഗോ ഓൺ ദി ഇന്റർനെറ്റ് ആൻഡ് ടോക്ക് ഓൺ ദി ഫോൺ അറ്റ് ദി സെയിം ടൈം. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്, DSL ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള DSL കേബിൾ കണക്ഷൻസ് ആണ് നൽകുന്നത്. ഓരോ വീടുകൾക്ക് അല്ലെങ്കിൽ ഓരോ കസ്റ്റമേഴ്സിനും എന്ത് ചെയ്യുന്നത്, ഓരോ ബാൻഡ് വിഡ്ത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഹാസ് ദെയർ ഓൺ ഡെഡിക്കേറ്റഡ് കണക്ഷൻ. ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള കണക്ഷൻസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ഇതിന്റെ ആനിമേഷൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ, ദെൻ DSL ഇന്റർനെറ്റിൽ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ടൈപ്പിൽ വരുന്നുണ്ട്. അതിലൊന്നാണ് ADSL എന്ന് പറയും, അസിമെട്രിക് ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈന്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എങ്ങനെയാണ് അസിമെട്രിക് നടക്കുന്നത്. അപ്ലോഡിന്റെ സ്പീഡ് കുറവായിരിക്കും, ഡൗൺലോഡ് സ്പീഡ് കൂടുതലായിരിക്കും. ഏതില്, അസിമെട്രിക് ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ ADSL ആണെന്നുണ്ടെങ്കിൽ അപ്ലോഡ് സ്പീഡ് കുറവായിരിക്കും, ഡൗൺലോഡ് സ്പീഡ് ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. മറ്റൊന്നാണ് SDSL എന്ന് പറയും, സിമെട്രിക് ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ. ഇവിടെ അപ്ലോഡും ഡൗൺലോഡും ഏകദേശം ഒരേ സ്പീഡ് തന്നെയാണ് വരുന്നത്. സെയിം സ്പീഡിലുള്ളതാണ് അപ്ലോഡും ഡൗൺലോഡും വരുന്നത്. ഈ രീതിയിലുള്ളതാണ് നമ്മൾ സാധാരണ എന്ത് ചെയ്യാറുള്ളത്, ഉപയോഗിക്കാറുള്ളത്. VDSL എന്ന് പറയും, വെരി ഹൈ ബിറ്റ് റേറ്റ് ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ ആണ്. അപ്ലോഡും ഡൗൺലോഡും വളരെ ഫാസ്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. സ്പീഡ് വളരെ ഹൈ സ്പീഡാണ് വരുന്നത്. സോ ഇത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ബിസിനസ് ഓർഗനൈസേഷൻസും അതുപോലെ IT കമ്പനീസും ഒക്കെയാണ് കൂടുതലായിട്ട് VDSL ഒക്കെ കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. സോ ഇത്രയാണ് ഈ ഒരു DSL ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ എന്നുള്ള ഈ ഒരു പറയുന്നത്. നെക്സ്റ്റ് ഫൈബർ ഇന്റർനെറ്റ് ആണ്. ഫൈബർ കേബിൾസ് ഉപയോഗിച്ച്, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് ഉപയോഗിച്ചിട്ട് ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കുന്നതാണ് നെക്സ്റ്റ് പറയുന്നത്. ഫാസ്റ്റസ്റ്റ് ഇന്റർനെറ്റ് സ്പീഡ്സ് അവൈലബിൾ ടുഡേ, ഡൗൺലോഡ് ആൻഡ് അപ്ലോഡ് സ്പീഡ്സ് ഓഫ് 1000 MB/s.
then use light to send data. അതായത് ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് ഉപയോഗിച്ചിട്ട് അതിന് ലൈറ്റ് ബീംസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്റർനെറ്റിലെ ഡാറ്റകൾ ട്രാൻസ്മിഷൻ നടത്തുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് ഫൈബർ ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ഫൈബർ ഇന്റർനെറ്റും അതുപോലെ കോപ്പർ കേബിളും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, കേബിൾ DSL, അതായത് നമ്മൾ കോപ്പർ കേബിൾ ആണ് ഇതിൽ ഉപയോഗിക്കുന്ന, കേബിളിലും DSL-ലും ഉപയോഗിക്കുന്ന അവിടെ അതിന്റെ ട്രാൻസിഷൻസ് അല്ലെങ്കിൽ അതിന്റെ സ്പീഡ് നോക്കിയാൽ, സിഗ്നൽസ് പോകുന്ന സ്പീഡ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഫാസ്റ്റ് ആണ് ഏത് ഫൈബർ ഒപ്റ്റിക് എന്ന് പറയുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ട് സിഗ്നൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ട്രാവൽ ചെയ്യുന്നുണ്ട്. മറ്റൊന്നിൽ എന്തായിരിക്കും, കുറച്ചും കൂടെ സ്ലോ ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. മോർ എക്സ്പെൻസീവ് ദാൻ DSL ആൻഡ് കേബിൾ. DSL-നേക്കാളും കേബിളിനേക്കാളും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ്. കുറച്ചും കൂടെ പുതിയ ഒരു കോൺസെപ്റ്റ് ആണ്, പുതിയ ടെക്നോളജിയാണ് ഫൈബർ ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. മേ നോട്ട് ബി അവൈലബിൾ ഇൻ മെനി ലൊക്കേഷൻസ്. ചില സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നില്ല, ഇത് അവൈലബിൾ അല്ല എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഏറെക്കുറെ എല്ലാ സ്ഥലങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, ഫൈബർ ഇന്റർനെറ്റുകൾ അവൈലബിൾ ആണ് എന്നുള്ളത് നമുക്കറിയുന്ന കാര്യമാണ്. സോ ഇത്രയാണ് ഈ ഒരു എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ഇന്റർനെറ്റ് ആക്സസിന്റെ മെത്തേഡ്സിൽ പ്രധാനപ്പെട്ട ഒരു 3 മെത്തേഡ്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ബാക്കിയുള്ള മെത്തേഡ്സും കൂടെ ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് കണക്ഷൻ മെത്തേഡ് ആണ് വൈഫൈ. നമുക്ക് ഏറെ സുപരിചിതമായിട്ടുള്ള ഒരു ഇന്റർനെറ്റ് ആക്സസ് മെത്തേഡ് ആണ് വൈഫൈ എന്ന് പറയുന്ന വയർലെസ് ഫിഡിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് even possible to connect to the internet wirelessly from home or while we are moving. Wireless technology allows users to have mobile connections accessing the web where and why they need to. Wi-Fi networks can be found at many business, restaurants and other public areas, or a home connection can be set up through your internet service provider. നമുക്കറിയാം, ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കണക്ഷൻ എടുക്കുന്നു. ആ കണക്ഷൻ മേ ബി നമ്മൾ എടുക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ കേബിൾ വഴിയായിരിക്കും. ഇങ്ങനെ രീതിയിൽ ബ്രോഡ്ബാൻഡിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടായിരിക്കാം മേ ബി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കുന്നത്. എനിവേ നമ്മുടെ ഇന്റർനെറ്റ് ആക്സസ് നമ്മുടെ റൂട്ടറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, നമ്മുടെ മോഡത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ മോഡത്തെ, ആ റൂട്ടറിൽ എത്തിയ ഇന്റർനെറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്പ്രെഡ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് വൈഫൈ ഡിവൈസുകൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. ദെൻ വയർലെസ് ഫെസിലിറ്റി ഉപയോഗിച്ചിട്ട് നമ്മൾ ഡിവൈസുകളെ പരസ്പരം കണക്ട് ചെയ്ത് ആ നെറ്റ്വർക്കിനെ നമ്മൾ ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് വൈഫൈ എന്ന് പറയുന്ന ടെക്നോളജി. ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യുക, അതിന്റെ പ്രൊസീജിയർ ഇങ്ങനെയാണ് വരുന്നത്. സോ നമുക്കിവിടെ ഈ ഒരു ഡയഗ്രാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്റർനെറ്റ് ഉണ്ട്. ആ ഇന്റർനെറ്റിൽ എന്ത് ചെയ്യുന്നു, ഒരു വയർലെസ് റൂട്ടറിലേക്ക് നമ്മൾ കണക്ഷൻ എടുക്കുന്നു. ദെൻ ആ വയർലെസ് റൂട്ടറിൽ നിന്ന് നമ്മുടെ ഡിവൈസിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു. ദെൻ ആ വയർലെസ് നമ്മുടെ ഡിവൈസിൽ നിന്ന്, നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ മെസ്സേജ് സെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് വയർലെസ് റൂട്ടറിലെത്തും. ആ റൂട്ടറിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്റർനെറ്റിലേക്ക് പോകുന്നു. ഇന്റർനെറ്റിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഡിവൈസുകളിലേക്ക് അത് സെൻഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് അറിയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് വൈഫൈ. നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജിയാണ് വൈഫൈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഈ രീതിയിൽ നമുക്ക് പോർട്ടബിൾ ആയിട്ടുള്ള ഡിവൈസുകളൊക്കെ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് വൈഫൈ എന്ന് പറയുന്നത്. Then next, satellite internet connection. A satellite internet connection is an arrangement in which the upstream and downstream data are sent from and arrive at a computer through a satellite. ഒരു സാറ്റലൈറ്റിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മുടെ ഔട്ട് ഗോയിങ് ഡാറ്റകളെയും അതുപോലെ തന്നെ ഇൻകമിംഗ് ഡാറ്റകളെയും അറേഞ്ച് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് കണക്ഷൻ എന്ന് പറയുന്നത്. സാറ്റലൈറ്റിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ഡാറ്റകൾ നമ്മൾ സെൻഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഡാറ്റകൾ നമ്മൾ റിസീവ് ചെയ്യുന്നു. Each subscriber's hardware includes a satellite dish and a transceiver and that operates in the microwave portion of the radio spectrum. അതായത് നമുക്കറിയാം, സാറ്റലൈറ്റ് വഴി കണക്ഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് സബ്സ്ക്രൈബേഴ്സിന്, അതായത് നമുക്ക് ഇന്റർനെറ്റ് കണക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് എന്ത് വേണം, നമ്മുടെ ഹാർഡ്വെയർ ലിസ്റ്റിൽ ഒരു ഡിഷ് ആന്റിന ഉണ്ടായിരിക്കണം. ആ ഡിഷ് ആന്റിന എന്ത് ചെയ്യുന്നു, സാറ്റലൈറ്റിലേക്ക് കണക്ട് ചെയ്യുന്നു. ആ സാറ്റലൈറ്റിൽ നിന്നും നമ്മുടെ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറുടെ സാറ്റലൈറ്റിലേക്ക്, മീൻസ് അവരുടെ ഡിഷ് ആന്റിനയിലേക്ക് നമ്മുടെ സിഗ്നൽസ് ട്രാൻസ്ഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ആ രീതിയിൽ സിഗ്നൽസിനെ ട്രാൻസ്ഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡിഷ് ആന്റിനകളും അതുപോലെ തന്നെ ട്രാൻസീവറും, അതായത് ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ റിസീവർ, ഇതുപോലെയുള്ള ഡിവൈസുകളൊക്കെ ഹാർഡ്വെയർസ് ഒക്കെ നമുക്ക് ഇതിന് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ ഈ രീതിയിൽ ഇതിന്റെ ഡയഗ്രാം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ കമ്പ്യൂട്ടർ ഉണ്ട്. ആ കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നു, സാറ്റലൈറ്റ് ഡിഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സാറ്റലൈറ്റിലേക്ക് നമ്മുടെ ഡാറ്റകളെ സിഗ്നൽസ് ആയിട്ട് സെൻഡ് ചെയ്യുന്നു. ദെൻ ആ സിഗ്നൽസ് എന്ത് ചെയ്യുന്നു, നെറ്റ്വർക്ക് സർവീസ് പ്രൊവൈഡർ വെബ് സെർവറിലേക്ക് എന്ത് ചെയ്യുന്നു, അവരുടെ ഡിഷ് ആന്റിനയിലേക്ക് ആ ഡാറ്റകളെ, അതായത് ആ സിഗ്നലുകളെ ട്രാൻസ്ഫോം ചെയ്യുന്നു. ഈ രീതിയിലുള്ള ഒരു ഇന്റർനെറ്റ് ആക്സസ് മെത്തേഡാണ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് കണക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് പ്രധാനപ്പെട്ട ഇന്റർനെറ്റ് കണക്ഷന്റെ അല്ലെങ്കിൽ ആക്സസിങ്ങിന്റെ മെത്തേഡ്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞ കണക്ഷൻ മെത്തേഡ്സ് ഏതൊക്കെയായിരുന്നു? ഒന്ന് ഡയലപ്പ് കണക്ഷൻ ആണ്.
ദെൻ ബ്രോഡ്ബാൻഡ് കണക്ഷനിൽ ഡി എസ് എൽ തന്നെ നമ്മൾ ടൈപ്പുകൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏതായിരുന്നു, പിന്നെ നമ്മൾ സാറ്റലൈറ്റ് പറഞ്ഞു, അതുപോലെ തന്നെ വൈഫൈ പറഞ്ഞു, ഫൈബർ ഓപ്റ്റിക്സ് പറഞ്ഞു, അതുപോലെ തന്നെ കേബിൾ മോഡേൺ കണക്ഷൻ പറഞ്ഞു. അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ടൈപ്പുകളാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഇത്രയാണ് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.